ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. മിറർ വർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഒരു റിക്വസ്റ്റ് വന്നു, മിറർ റിങ്സ് ചെയ്ത് കാണിക്കാൻ. മിറർ വർക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് പോലത്തെ മിറർ ഫ്രെയിം എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. നമുക്കിപ്പോൾ ഷോപ്പിൽ പോയാൽ മിറേഴ്സിനനുസരിച്ച് ഫ്രെയിമും കിട്ടും. അതേപോലെ തന്നെ നമുക്കും ഈസി ആയിട്ട് വീട്ടിലിരുന്നിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. എംബ്രോയിഡറിക്ക് ഉപയോഗിക്കുന്ന ആങ്കർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ഫ്രെയിം ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് നോർമൽ ത്രെഡ് ഉപയോഗിച്ചും സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചും എല്ലാം ചെയ്യാവുന്നതാണ്. ഫ്രെയിം ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മിററിൻ്റെ അളവാണ്. നമുക്ക് ഏത് സൈസുള്ള മിററാണോ എടുക്കുന്നത് അതിൻ്റെ അളവെടുത്തിട്ടാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ചെറിയ മിററിനാണ് ഫ്രെയിം ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഫിംഗറിൽ ചുറ്റിയിട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് കുറച്ച് അധികം ത്രെഡ് എടുക്കുക. എന്നിട്ട് അതിൽ നീഡിലൊന്ന് കോർത്ത് കൊടുക്കുക. 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നീഡിലില്ലാത്ത മറ്റേ അറ്റം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നൂലിങ്ങനെ എടുത്തിട്ട് ഫിംഗറിൽ 6 പ്രാവശ്യം ചുറ്റിക്കൊടുക്കുക. അതിനുശേഷം ഫിംഗറിൽ വെച്ചുകൊണ്ട് തന്നെ നീഡിൽ അതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് ഒന്ന് ഫിക്സ് ആക്കി കൊടുക്കുക. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കത് ഫിംഗറിൽ നിന്ന് ഊരിയെടുക്കാം. ഇനി അതിൻ്റെ ഉള്ളിൽ കൂടി നീഡിലെടുത്തിട്ട് ലൂപ്പ് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ചെയ്ത് കൊടുക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ ചെയ്ത് കൊടുക്കുക. ലൂപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ വലിച്ചിട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഫിനിഷിങ്ങിൽ നല്ല നീറ്റായിട്ട് കിട്ടും. ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇനി ഫുള്ളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അവിടെ വരെ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. മിററും ഫ്രെയിമും വെച്ചിട്ട് ചുരിദാറിൽ, സാരി ബ്ലൗസിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഈ ത്രെഡ് ഇല്ലെങ്കിൽ നോർമൽ ത്രെഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ ഇത് 2 ലെയറിലിട്ടത്, അപ്പോൾ ഇതൊരു 10 ലെയറൊക്കെ ഇട്ടിട്ട് ചെയ്ത് നോക്കാം. ആദ്യമായി ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്നത് തന്നെ നല്ല പെർഫെക്റ്റായി കിട്ടണമെന്നില്ല കേട്ടോ. ഒരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ നല്ല കറക്റ്റായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ തുടങ്ങിയിൽ നിന്ന് താഴത്തേക്ക് നീഡിലെടുത്തിട്ട് വലിച്ചു കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല ഭാഗത്തല്ലാതെ മറ്റേ ഭാഗത്ത് വെച്ചിട്ട് നീഡിൽ അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ പിന്നെ ത്രെഡൊന്നും പിന്നെ അഴിഞ്ഞു പോയില്ല. അല്ലെങ്കിൽ പിന്നെ ത്രെഡ് കെട്ടിട്ട് കൊടുത്താലും മതി. ഇതായിരിക്കും നല്ലത്. അപ്പം നമുക്കിതൊന്ന് മിററിൽ വെച്ച് നോക്കാം. ഇത് കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സിൽ എവിടെയാണ് വെക്കേണ്ടത് അവിടെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.